ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ കടപ്പാട്ടൂരെ വീട്ടില് അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സുനിതയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ വൈജയന്തി. എന്നെ കൊച്ചമ്മ എന്ന് വിളിക്കണം, അല്ലെങ്കിൽ മേഡം എന്ന് വിളിക്കണം, ചേച്ചി എന്നുള്ള വിളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറയുന്നുണ്ട്. പിന്നെ ഓരോ മെനു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ബബിയും അതുപോലെ തന്നെ കൃഷ്ണമോളും പറയുന്നുണ്ട്, ഇവിടെ എന്താ അമ്മ കാട്ടുന്നത്? ഇവിടെ പണിയെടുക്കാൻ ഇപ്പോൾ ഒരു സെർവൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഞങ്ങൾക്ക് എല്ലാ പണിയും അറിയുന്നതാണല്ലോ, പിന്നെ എന്തിനാ ഇവിടെ ഒരു സെർവൻറ്റിനെ വെച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്ന് ചൂടാവുന്ന കൃഷ്ണമോളോടും ബബിയോടും അമ്മ പറയുന്നുണ്ട്, ഇവിടെ സെർവൻറ്റിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങളൊക്കെ പഠിക്കാനാണ് ഇപ്പം നിൽക്കേണ്ടത്, അല്ലാതെ ഇവിടെ പണിയെടുക്കാനല്ല. ആവുന്ന കാലം ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് നിന്റെ മലവും മൂത്രമൊക്കെ എടുത്ത ആൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ട് അനുസരിച്ചാൽ മതി. ഞാനാണ് ഈ വീട്ടിലെ കുടുംബനാഥൻ. അപ്പം ഞാൻ പറഞ്ഞു കേട്ട് അനുസരിച്ച് ഇവിടെ ജീവിക്കണം. ഏതെങ്കിലും ഒരു കാലത്ത് നിന്റെ ചെലവിൽ ജീവിക്കേണ്ട ഗതികേട് എനിക്ക് വരികയാണെങ്കിൽ അന്ന് വേണമെങ്കിൽ നോക്കാം, നീ പറയുന്നത് ഞാൻ അനുസരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ ഒരു സെർവൻറ്റ് വന്നത് അവർക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അലീന ചേച്ചി അവർക്ക് എല്ലാവർക്കും പണി പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് പോയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടിട്ട് നമ്മളെ വൈജയന്തിയാണെന്ന് പറയുന്നത്, അവൾ പണി പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും, അവൾക്ക് കാലം നീട്ടി ഇരുന്നിട്ട് നിങ്ങളെ കൊണ്ട് പണി എടുപ്പിക്കില്ലായിരുന്നോ, അതല്ലേ അവൾ ചെയ്തിട്ട് പോയതെന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിൽ മേലാൽ ഇനി അലീന എന്നുള്ള പേരൂടെ കേട്ടു പോകരുതെന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയോടുള്ള ഏറ്റുമുട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദേ നോക്ക് ബബി, നീ വെറുതെ എന്നോട് തർക്കിച്ച് നിന്റെ എനർജിയും സമയവും കളയണ്ടെന്ന് പറഞ്ഞിട്ട് വൈജയന്തി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ മുഖം വീർപ്പിച്ച് നമ്മളെ ബബി പോകുന്നത് ബാലചന്ദ്രന്റെ അടുത്തേക്കാണ്. അപ്പോൾ തന്നെ ബാലചന്ദ്രന്റെ കാര്യം മനസ്സിലായി. ഇന്നെന്താ പുതിയ വിഷയം, എന്ത് വഴക്കം ഉണ്ടായതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതേ നോക്കിയ അമ്മ ഞങ്ങളെ അടുക്കളയിൽ കയറി ഒരു പണി എടുക്കാൻ സമ്മതിക്കുന്നില്ല, എല്ലാം സെർവൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഞങ്ങൾക്കെല്ലാം പണിയും അറിയാലോ, അലീന ചേച്ചി ഞങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു തന്നതാ. പക്ഷെ അലീന ചേച്ചിയുടെ പേര് പോലും ഇവിടെ പറയരുത്. അലീന ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടാത്തരമാണ് പഠിപ്പിച്ചു തന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓ അങ്ങനെയാണോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അച്ഛനാകെ മാറിയെന്ന് അമ്മ പറയുന്നത് ശരിയാണ്. അലീന ചേച്ചി ഇവിടുന്ന് പോയത് എന്തിനായിരുന്നു, അത് നിനക്കറിയോന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോഴും അത് മനസ്സിലായിട്ടില്ല. അലീന ചേച്ചി ഇവിടുന്ന് പോയത് തന്നെ ഞാനും അമ്മയും വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്കൊരു അമ്മ വേണമല്ലോ എന്തായാലും, അപ്പം നിങ്ങൾ തനിച്ചാവരുതെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ സംഭവിച്ചതോ, അത് ഞാൻ അന്നേ പറഞ്ഞതാണ്, അങ്ങനെ പോകുന്നത് മണ്ടത്തരമാണ്, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് ബബി പറയുന്നുണ്ട് കേട്ടോ. അലീന ചേച്ചി ഈ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് അച്ഛൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് അച്ഛന് ഓർമ്മയുണ്ടോ? അമ്മ പറഞ്ഞതെല്ലാം കേട്ടനുസരിച്ച് നിൽക്കില്ലായിരുന്നു അച്ഛൻ ചെയ്തിരുന്നത്. പക്ഷേ അലീന ചേച്ചി വന്നു പോയതിന് ശേഷം ഇവിടെ ഉള്ള സമയത്തുമല്ലേ അച്ഛൻ ധിക്കരിച്ച് ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇത്രയും കാലം അച്ഛൻ അങ്ങനെയല്ലായിരുന്നല്ലോ, അത് അച്ഛന് ഓർമ്മയുണ്ടോ? വെറുതെ അല്ല, അലീന ചേച്ചി വന്നതിന് ശേഷം അച്ഛൻ്റെ സ്വഭാവം മാറിയെന്ന് അമ്മ പറയുന്നത് ശരി തന്നെയല്ലേ എന്ന് ബബി ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത്രയും കാലം എൻ്റെ ഉള്ളിലിരുന്ന എൻ്റെ യഥാർത്ഥ സ്വഭാവം ഒരു നിമിഷം അതിൻ്റെ ആവശ്യം വന്നപ്പോൾ പുറത്തേക്ക് വന്നതായിരിക്കാം. ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടായിരിക്കാം. സമയം വരുമ്പോൾ മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ, അത്ര ചിന്തിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ബാലചന്ദ്രൻ വിഷയം കൺവേർട്ട് ചെയ്തിട്ട് വേറെ സബ്ജക്റ്റിലേക്ക് കിടക്കുന്നുണ്ട്. എന്തായാലും നമുക്കിന്നൊരു ഔട്ടിങ്ങിന് പോയാലും ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ട ഉടനെ സന്തോഷം കൊണ്ട് നമ്മളെ ബബി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ കൃഷ്ണമോളെയും രോഹിത്തിനെയൊക്കെ വിളിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും പെട്ടെന്ന് പോയിട്ട് റെഡി ആവുന്നുണ്ട്. ആ സമയം ആവുമ്പോഴേക്കും നമ്മളെ സെർവൻറ്റ് ഭക്ഷണമൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് അത് കണ്ടിട്ട് നമ്മൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താടി പെണ്ണെ ഇവിടെ കല്യാണം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഭക്ഷണത്തിന് ആരും കുറ്റം പറയാൻ പാടില്ല എന്ന് അന്നേരം സുനിത പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു നമ്മളെ വൈജയന്തി. ആ സമയത്താണ് എല്ലാവരും റെഡി ആയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ആദ്യം കൃഷ്ണമോളെയും അതുപോലെ തന്നെ ബബിയെയും കാണും, പിന്നെ രോഹിത്തിനെയും ബാലചന്ദ്രനെയും മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണും കേട്ടോ. എന്തായാലും എങ്ങോട്ടോ പോകാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. എന്തായാലും ബബിയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോളും ബബിയും പറയുന്നുണ്ട്, ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ഫുഡ് കഴിക്കാൻ. അച്ഛൻ എന്തായാലും ഞങ്ങൾക്കൊരു ഓഫർ ഇട്ടിട്ടുണ്ട്, അപ്പോൾ വെറുതെ ഒഴിവാക്കണ്ടല്ലോ, എന്തെങ്കിലും കിട്ടുന്ന ഓഫറല്ല, പിന്നെ വെറുതെ റിജക്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് പോവുകയാണ്. എന്തായാലും ഫുഡ് ഇന്ന് പുറത്തുനിന്നാണ്, ഞങ്ങൾക്ക് ബിരിയാണി വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ട ഉടനെ നമ്മളെ വൈജയന്തിക്ക് ദേഷ്യം വന്ന്, ഇപ്പം എന്തിനാ ഈ ഉച്ച സമയത്ത് പുറത്തേക്ക് പോകുന്നു, ഇവിടെ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം വേണമെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചോളൂ എന്ന് പറയുന്നുണ്ട് കൃഷ്ണമോള്. ഇനിയും സമയമുണ്ടല്ലോ കഴിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മളെ വൈജയന്തിക്ക് ഭയങ്കര
ദേഷ്യം വരുന്നുണ്ട് ഇത് കേട്ടിട്ട്. അവളോടുള്ള ദേഷ്യത്തിനാണ് ഇങ്ങനെ പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വെറുതെ സമയം കളയണ്ട, നമുക്കത് കഴിഞ്ഞിട്ട് നേരെ സിനിമയ്ക്കോ അതുപോലെ തന്നെ ഷോപ്പിങ്ങിനൊക്കെ പോവാമെന്ന് ഓഫർ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും പിള്ളേർക്ക് അതൊക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷമായി. എന്തായാലും അത് റിജക്റ്റ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചിട്ടോ. അന്നേരം നമ്മളെ വൈജയന്തി രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇടയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതല്ലേ, നിനക്കും വേണോടാ ബിരിയാണി എന്ന്. എനിക്ക് ബിരിയാണി അല്ല, എനിക്ക് മന്തിയാണ് വേണ്ടതെന്ന് രോഹിത് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അച്ഛൻ പറയുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വരാം, അല്ലെങ്കിൽ അടുത്ത കൊല്ലം സെപ്റ്റംബർ 18-ാം തീയതി ഇനി എനിക്ക് ഫ്രീ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അയ്യോ ഞങ്ങൾ വരാവേ എന്ന് പറഞ്ഞിട്ട് ബബിയും കൃഷ്ണമോളും രോഹിത്തും നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വൈജയന്തിക്ക് നല്ല കോളായിട്ടുണ്ട്. കാരണം വൈജയന്തിയോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ബാലചന്ദ്രൻ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് വൈജയന്തിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അന്നേരം സെർവൻറ്റ് ചോദിക്കുന്നുണ്ട്, അവരൊക്കെ പോയോ കൊച്ചമ്മേന്ന്. അവരൊക്കെ പോയി, ഇനി ഇതെന്ത് ചെയ്യും? എന്തേലൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സുനിതയോട് ചൂടാവുന്നുണ്ട് കേട്ടോ. എന്നോടുള്ള വൈരാഗ്യത്തിനാണ് അത് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് സുനിതയോട് നമ്മളെ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയന്തി ദേഷ്യം വന്നിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതായത് വൈജയന്തിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സെർവൻറ്റ് എന്ത് ചെയ്യും, കിറ്റ് ചാൻസ് ഇല്ലെന്ന് വിചാരിച്ചിട്ട് അതിലുണ്ടായിരുന്ന വിഭവങ്ങളൊക്കെ സ്വയം എടുത്ത് കഴിക്കുന്നുണ്ട്. ബാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളെ അലീനയുടെ കാര്യം കാണിക്കുന്നുണ്ട്. അലീന നമ്മളെ മനുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. മനു ആണെങ്കിൽ പറയുന്നുണ്ട്, അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയും, എന്തായി അവിടുത്തെ അവസ്ഥ, വല്ല മാറ്റം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കേണൽ സാറിനെ കുറിച്ച് നമ്മളെ അലീന പറയുന്നുണ്ട്. ആളുടെ സ്വഭാവം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഫുൾ പട്ടാളത്തിൻ്റെ ഒരു ചിട്ടയോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാനും കേണൽ സാറും ഇപ്പം അടുത്ത് ഏറ്റുമുട്ടുന്നു തോന്നുന്നുണ്ട്, അങ്ങനത്തെ വകുപ്പിലേക്കാണ് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് മാത്രമുള്ള ധൈര്യം നിനക്കുണ്ടോ, കേണൽ സാറുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ എന്ന് മനു ചോദിക്കുന്നുണ്ട് കേട്ടോ. സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റുമുട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്നോട് ഭയങ്കര സ്നേഹമാണ്, അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര സ്ട്രിക്റ്റുമാണ് കാര്യങ്ങൾ, അതാണ് എനിക്ക് പിടിക്കാത്തത്. ഫുൾ ടൈമും മദ്യം കഴിച്ചുകൊണ്ടിരിക്കും, പിന്നെ സിഗരറ്റ് വലിക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അന്നേരം പിന്നെ മനു പറയുന്നുണ്ട്, അത് പട്ടാളക്കാരനല്ലേ, അപ്പം അതിൻ്റെതായ ഓരോ രീതികളൊക്കെ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നീ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് മനു കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അലീന ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്, മനു ആലോചിച്ചിരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ മനുവിന് കുളത്തുപുഴയിലേക്ക് പോകാന്നുള്ള ആഗ്രഹമുണ്ട് കേട്ടോ. അവനിങ്ങനെ പറയുന്നുണ്ട്, കുളത്തുപുഴ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എന്നെങ്കിലും ഒരു ദിവസം അങ്ങോട്ട് പോകാനായിരിക്കും അങ്ങനെ പറയുന്നത്. അങ്ങനെ നമ്മളെ ബാലചന്ദ്രനും പിള്ളേരും ഒക്കെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. എന്നിട്ട് കാറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നും നമുക്ക് ഈ ഔട്ടിംഗ് ഒന്നും നടക്കില്ല കേട്ടോ, അത് നിങ്ങൾക്കറിയാലോ, എനിക്ക് ലീവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. പിന്നെ വേറൊരു കാര്യം, എന്നോടുള്ള ദേഷ്യം കൂടി നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അടുത്തായിരിക്കും തീർക്കുക, അത് നിങ്ങൾക്കറിയാലോ. എന്നോട് പറയാനുള്ളതും കൂടി നിങ്ങളുടെ അടുത്തായിരിക്കും അവൾ പറയുന്നത്. അവളുടെ അധികാരം അലീന വന്നതിന് ശേഷം പോയിട്ടുണ്ട് എന്നുള്ള മിഥ്യാധാരണയിലാണ് അവൾ നിൽക്കുന്നത്. അത് അവളുടെ മണ്ടത്തരം. പക്ഷേ ആ അധികാരം ഇപ്പോൾ അവൾ തിരിച്ചു പിടിച്ചെന്നുള്ള ബോധ്യത്തിലാണ് ഇപ്പോൾ അവൾ സംസാരിക്കുന്നത്. അതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ. എന്തായാലും വൈജയന്തിയും ബാലചന്ദ്രനും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പം അടുത്ത് തന്നെ തെറ്റിപ്പിരിയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ അലീന അവർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. കാരണം അവിടെ പിടിച്ചു നിൽക്കുന്നതും സ്വന്തം പപ്പയെ ഇത്രയും കാലം അറിയാതിരുന്ന പപ്പയെ ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാത നിമിഷത്തിൽ പപ്പ അതായത് സ്റ്റാലിനി ജോസഫ് ആണെന്ന് തിരിച്ചറിയുകയും ഇനി മുതൽ അവിടെ നിൽക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതൊക്കെ ബാലചന്ദ്രനും വൈജയന്തിയും പിള്ളേരും ഒക്കെ നല്ലപോലെ ഇവിടെ കടപ്പാട്ടൂർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സംഭവിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ആര് എവിടെ പോയാലും എവിടെ ജീവിച്ചാലും വൈജയന്തിയുടെ സ്വഭാവം മാറാനൊന്നും പോകുന്നില്ല. എന്നെങ്കിലും ആ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ലീന തൻ്റെ സ്വന്തം മകളാണെന്ന് വൈജയന്തി തിരിച്ചറിയണം. അപ്പോൾ എന്തായാലും ആ ഒരു നിമിഷത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും കഥയിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. ബൈ.